പണിക്കരെ, പണിക്കരെ, ആരാത് ഉള്ളിലേക്ക് വരിക? ആ തട്ടാനോ? വരിക, ഇരിക്കുക. എന്താ ആശാനെ ഒരാലോചന? ആശാനെ, എന്താ പറഞ്ഞ? ആശാൻ എന്താ പറ്റിയേ? ഒരു മൗഢ്യം? ആ ഏയ് ഒന്നുമില്ല. ആശാനെ, എന്താ കാര്യം? എന്നോട് പറ. ആ, ഇതൊന്നും നോക്കിയില്ലല്ലോ. അതൊന്നും നോക്കണ്ട, താനല്ലേ പണിഞ്ഞേ. അതല്ലല്ലോ പതിവ്. ഇപ്പൊ എന്താ പറ്റിയേ? നാളെ വെളിച്ചപ്പെടണ്ടേ? എന്തോ മനസ്സിന് ഒരുറപ്പില്ലാത്ത പോലെ. ഇതാ ഇപ്പൊ നന്നായേ. ഇത് കേട്ടതൊന്നും ഇതിപ്പോ ആദ്യമായിട്ടാണെന്ന്. കൊല്ലം ഇത് എത്രയെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഒന്നും അറിയാണ്ടല്ല, ഇക്കുറി എന്തോ ഒരു മനസ്താപം പോലെ. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കണേ? അതേടോ, ഈ വിളിയുണ്ടല്ലോ ഭഗവതി എന്ന്, അത് തന്നെയാണ് കാര്യവും കാരണമൊക്കെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ പണിക്കരെ. എനിക്കെന്നല്ല, ആർക്കും മനസ്സിലാകില്ല. മനസ്സിലായിട്ട് വലിയ കാര്യവുമില്ല. ഇനി കുറച്ച് നാഴിയൂടെ കഴിഞ്ഞാ താനൊരു കോമരവാ. അത് ഓർമ്മയുണ്ടോ തനിക്ക്? ഓർമ്മയുണ്ട്, അതായിപ്പം ഒരു ശാപമായിരിക്കണേ. ആട്ടെ, താൻ അത്താഴവിൽ കരുതിയിട്ടുണ്ടോ? അതിന് ആശാനെന്ന് വ്രതമല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ജലപാനം പോലും കഴിച്ചിട്ടില്ല. ഞാനൊരു മനുഷ്യനാടോ. ചോ, ഇതൊന്നും പതിവില്ലാത്താണല്ലോ എന്റെ ഭഗവതി. താനൊന്നും പറയണ്ട, എന്താണെന്ന് വെച്ചാ വേഗം ഇങ്ങോട്ട് എടുക്ക. ഇതാ കഴിക്കുക. നല്ല കപ്പയും കാന്താരി ചമ്മന്തി, നമ്മുടെ വർക്കയുടെ കടയിൽ നിന്നാ. ഗംഭീരം. അതെന്താ മറ്റേ പൊതിയില്ലേ? മീൻകറിയാണോ? എന്താ പറഞ്ഞേ? ആ, മറ്റേ പൊതിയിൽ മത്സ്യമാണെന്ന് ചോദിച്ചതാ. ആണെങ്കിൽ അതും എടുത്തോ, മടിക്കണ്ട. ആ, താനൊരു കാര്യം ചെയ്യും. അടുപ്പിനടുത്തൊരു കുപ്പിരിപ്പുണ്ട്, അതിങ്ങെടുത്തു വാ. 2 ഗ്ലാസ്. എന്നാ ഞാൻ തന്നെ അങ്ങ് പോകാം. വേണ്ട, ഞാൻ പൊക്കോളാം.
നിങ്ങൾ എന്നെ ഒന്ന് പേടിപ്പിച്ചു. എന്നാലും വ്രതം മുടക്കേണ്ടിയിരുന്നില്ല. എന്ത് പേടിപ്പിച്ചു എന്നായി പറയണേ? പിന്നെ വ്രതം അതിപ്പോ എന്തിനാ? ഓ നാളെ നാളെപ്പോ എന്താ? നാളെ ഞാനില്ല. പറഞ്ഞില്ലേ ഞാനില്ല. എനിക്ക് വയ്യ. എനിക്ക് വയ്യടോ, വയ്യ. എന്നാലും അത് ശരിയാവോ? ശരിയാവും. ആവില്ലെന്ന് ആരാ പറഞ്ഞേ? ഇവിടെ ആലോചിച്ചിട്ട് ഒരു നാടിന് തന്നെ കാര്യ. പിന്നെ താൻ പറഞ്ഞതും ഒരു കണക്കിന് ശരിയാ. പക്ഷേ എനിക്ക് വയ്യ. എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ കാര്യം പറ. എടോ, ഈ വെളിച്ചപ്പെടൽ ഒരു ഭക്തിയാ. അതൊരു കർമ്മമാ. അത് ഈശ്വരന്റെ നിയോഗമാ. ഇപ്പൊ ആർക്കാ അറിയാത്തെ? അപ്പോ എന്താ പറഞ്ഞു വന്നത്? ഭക്തി. അത് തന്നെ. അതങ്ങനെ ഭക്തരിൽ നിന്നും വഴിഞ്ഞൊഴുകി എന്നിലേക്ക് നിറഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകണം. അപ്പോഴാണ് ഈ വെളിച്ചപ്പെടൽ. അതറിയോ വങ്ക നിനക്ക്? ഇതിപ്പോ ആദ്യമായിട്ടല്ലോ ഇങ്ങനെയൊക്കെ പറയണത്. ഇതൊക്കെ തനിക്കൊന്നും അറിയില്ല. തനിക്കെന്നല്ല, ഇവിടെയുള്ള ഒരു പരീക്ഷയ്ക്കും അറിയില്ല. ആശാനെ, എന്റെ ഭഗവതി, ഞാനിത് എന്തായി കേക്കണേ? കുറച്ചു കാലായി ഞാനൊരു കോമരമല്ലടോ, കോമാളിയാ. ആളുകളുടെ ഭക്തി ഇപ്പോ ഫോണിലും വേഷത്തിലും ഒക്കെയല്ലേ. ഞാനങ്ങനെ തുള്ളുന്നത് ഫോട്ടോ എടുക്ക, വേഷങ്ങളെ പുകഴ്ത്തി ഇടയ്ക്ക് ആർക്കാനും വേണ്ടി തൊഴുക. അതല്ലേ ഇപ്പോൾ കാണുന്നത്. ആർക്കും ഒന്നും വേണ്ടാതെ ഇരിക്കുന്നു. നാട്ടിൽ എന്തൊക്കെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ മാനഭംഗപ്പെടുത്തുക, ഭാര്യ പാമ്പിനെ കടിപ്പിച്ച് കൊല്ലിക്കുക, പ്രായമായ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുക. ഞാനിതൊക്കെ അങ്ങോട്ട് കണ്ടു നിൽക്കുക. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണോ വെളിച്ചപ്പാടാകുന്നത്? ഞാനെന്ത് ചെയ്യാനാണ് ഭഗവതി? ഇതിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ലല്ലോ ഭഗവതി. മടുത്തു മടുത്തു. മതി, നീ ഒന്ന് ഉറങ്ങ. അപ്പൊ എല്ലാം ശരിയാവും. വെളിച്ചം കിടന്നോട്ടെ. നാളെ പുലർച്ചെ എനിക്ക് പോകാനുള്ളതാ. ഭഗവതി, 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 കാക്കണേ ഭഗവതി, കാക്കണേ ഭഗവതി, 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 കാക്കണേ, കാക്കണേ, കാക്കണേ ഭഗവതി.